ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ നിന്നെ ഉപേക്ഷിക്കണമെന്നോ മാത്രമല്ല നിന്നിൽ നിന്ന് ഒരിക്കലും അകലണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് നിന്റെ പ്രണയം ഭിക്ഷയെ തരുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത്. ദയവ് ചെയ്ത് നീ ഇല്ലാന്ന് പറയരുത്. ഇനി ഒരിക്കലും നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല. മാത്രമല്ല നിന്നെ ഞാൻ എന്റെ കണ്ണിന് കൃഷ്ണമണി പോലെ നോക്കും. അത് ഞാൻ നിനക്കിപ്പോ വാക്ക് തരുന്നു. ഇനി ഒരിക്കലും നമുക്കിടയിൽ ഇങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. ഇനി നീ ഒരിക്കലും കരയേണ്ടി വരില്ല. നീ എന്റെ ജീവൻ, എന്റെ എല്ലാം നീ തന്നെയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് ഈ ലോകം കേൾക്കെ വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. പ്ലീസ് പാറു, ഈ ഒരു തവണത്തേക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം. ഇത്രയും നാളും നമ്മുടെ പ്രണയത്തിന് നിന്റെ സമ്മതം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് നീ ഇപ്പൊ സമ്മതിച്ചു. ആ സന്തോഷം ആഘോഷിക്കാതെ മറ്റെന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു. അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. പ്രണയം എത്രത്തോളം അമൂല്യമാണെന്നും സ്നേഹിക്കുന്ന ആളെ എങ്ങനെ കൃഷ്ണമണി പോലെ നോക്കണമെന്നും നീ എന്നെ പഠിപ്പിച്ചത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. പ്ലീസ് പാർവതി, ഈ മഹാഭാപിയോട് ഇത്തവണ നീ ക്ഷമിച്ചേ പറ്റൂ. എനിക്ക് നീ പ്രണയഭിക്ഷ നൽകണം. ശരി സാർ, ഞാൻ സാറിനോട് ക്ഷമിച്ചു. എന്താ പറഞ്ഞ? അതൊരിക്കൽ കൂടി പറയ് പാർവതി. സാറിനോട് ഞാൻ ക്ഷമിച്ചു. സത്യമാണോ? Thank you, Parvati. Thank you so much. I love you. I love you forever. ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ ഇനി ഒരിക്കലും എന്നോട് പെരുമാറരുത്. വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ പ്രണയത്തിന് ഞാൻ യോഗ്യയാണോ, സാറിനെ കല്യാണം കഴിക്കാൻ എനിക്ക് അർഹതയുണ്ടോന്നൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഇപ്പോ നിനക്ക് എന്നെ പ്രണയിക്കാനുള്ള യോഗ്യതയോ പിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് അർഹതയോ ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഈ പാപിയുടെ ജന്മം കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് മനസ്സിലാക്കി എന്റെ മുഖം സാറിന് പിന്നെ ഒരിക്കലും കാണേണ്ടി വരില്ല. സാർ എനിക്ക് തന്ന പ്രണയത്തിന്റെ ഓരോ ഓർമ്മകളും മനസ്സിൽ വെച്ച് പിന്നെ ഭൂമിക്കൊരു ഭാരമാകാതെ എന്റെ ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. നിന്നെ ദേഷ്യം പഠിപ്പിക്കാനല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? വേദാന്ത് മേനോൻ വലിയ അഹങ്കാരിയും ദേഷ്യക്കാരനെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? എന്റെ ദേഷ്യവും അഗ്രഷനും ആറ്റിറ്റ്യൂഡും അല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മം ജനിച്ചാലും നിന്നെ പോലൊരു നല്ല പെൺകുട്ടി എനിക്ക് കിട്ടാനും പോകുന്നില്ല. ഇനി ഒന്നും പറയണ്ട നീ. അതെന്താ? നിന്റെ മൗനത്തിന്റെ ഭാഷ ഞാൻ കേട്ടു. അതാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
ഓക്കെ, ടൈമായി. പാർട്ടി ഇല്ലേ? പോയി റെഡി ആയിട്ട് വാ. അയ്യോ ശരിയാണല്ലോ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ റെഡിയായി. നീ എന്നിൽ നിന്ന് അകലുമെന്ന് മാത്രം എന്നോട് പറയരുത് പാറു. നീ ഇല്ലാതെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ വിചാരിച്ചോ? നിന്നെ വിട്ട് നിന്റെ സ്നേഹം മറന്ന് എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഇതുപോലെ നീ ഇനി ഒരിക്കലും എന്നോട് സംസാരിക്കരുത് പ്ലീസ്. സാറിന്റെ സ്നേഹത്തിന്റെ ഒരു കണിക്ക് പോലും കിട്ടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാൻ തോന്നുന്നുണ്ടോ പാറു? നീ ജനിച്ചു തന്നെ എനിക്ക് വേണ്ടിയിട്ടാ. ഈ ജന്മം മാത്രമല്ല, ഇനി അടുത്ത 100 ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിന്റേതാണ്, നീ എന്റേതും. എന്തോ ഞാൻ അറിയാതെ ചോദിച്ചതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധമാണ് പ്രണയം. അതാ നമ്മൾ തമ്മിൽ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. എന്റെ അവസാന ശ്വാസം വരെ ഞാനത് സംരക്ഷിക്കും. നമ്മളെ പകരം വെക്കാൻ ആർക്കും കഴിയില്ല. പ്രണയം എന്ന് വെച്ചാൽ എന്താണ്? കാമുകി കാമുകന്മാരൊക്കെ എങ്ങനെയാകണമെന്ന് നമ്മളെ കണ്ടാണ് അടുത്ത തലമുറ പഠിക്കേണ്ടത്. നീ ഒരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ തന്നെ എതിർക്കാനുള്ള കഴിവ് എനിക്കുണ്ടാവും. ഇനി നീ ഒരിക്കലും എന്നിൽ നിന്ന് അകലുമെന്ന് മാത്രം പറയരുത് പാറു. സാറിൽ നിന്നും അകന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. സാറിനെ ഞാൻ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്, അറിയോ? ഐ ലവ് യു. എനിക്കും അങ്ങനെ തന്നെയാ പാറു. ഞാൻ ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. സോറി, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, നിന്നെ കരയിച്ചു. എന്നോട് ക്ഷമിക്കില്ലേ? അങ്ങനെയല്ല സാറ് എന്നോട് ക്ഷമിക്കേണ്ടത്. ഞാനാ സാറിനെ ശരിക്കും വേദനിപ്പിച്ചത്, വിഷമിപ്പിച്ചത്, കരയിപ്പിച്ചത്. ശരി, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തരട്ടെ? തന്നു. ഞാൻ എന്തായാലും ശിക്ഷ തരും. എനിക്ക് നല്ല സ്നേഹമുള്ളൊരു കിസ് തരുമോ? നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ അനുഭവിച്ചില്ലേ? ഞാൻ നിന്നോട് തെറ്റ് ചെയ്തില്ലേ? എനിക്ക് ശിക്ഷയൊന്നുമില്ലേ? പറ, എന്താ ചെയ്യേണ്ടത്? പറയൂ പാറു. സാറ് എനിക്ക് തന്ന ശിക്ഷ തന്നെ ഞാൻ സാറിന് തരാൻ പോവാ.
അയ്യോ എന്റെ ഈശ്വരാ, ഇത്രയും ഡെക്കറേഷൻസ് ഒക്കെ എന്തിനായിരിക്കും ചെയ്തത്? ചേച്ചി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചേച്ചി ആദ്യം പറയുന്നത് എന്നോടായിരിക്കും. എന്നാലും ഞാൻ അറിയാതെ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്? ഈ പോക്കാണെങ്കിൽ ഞാൻ ഇവരുടെ സെർവന്റ് ആവുമെന്ന് ഉറപ്പാ. ആഹാ, നമ്മുടെ സുമേഷ് അല്ലേ അത്? ഇവൻ എന്തായാലും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും. ഇവനോട് ചോദിച്ചാൽ ഇവിടെ ഇത്രേ അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് അവൻ പറയും. സുമേഷേ, ഓവർ ആക്ടിങ്ങിന്റെ ഉസ്താദായ എനിക്കെതിരെ മറ്റൊരു ഓവർ ആക്ടിങ്ങിന്റെ റാണി തന്നെയാണല്ലോ വരുന്നത്. സുമേഷേ, സുഖാണോ? നല്ല സുഖാണ്. സുമേഷേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്തിനാ ഇത്രയും കാശ് കൊടുത്ത് ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ട് കാശ് വലിച്ചു വാരി ചെലവാക്കിയതുപോലെ ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഇതുവരെ മേഡത്തിനോട് ആരും പറഞ്ഞില്ലേ? വെരി സാഡ് ആൻഡ് വെരി ബാഡ്. ഇല്ല സുമേഷേ, എന്നോട് ആരും ഒരു കാര്യവും പറഞ്ഞതേ ഇല്ല. സുമേഷേ, എന്തായാലും തനിക്ക് കാര്യം അറിയാന്ന് എനിക്കറിയാം. അതെന്നോടൊന്ന് പറയും. വേദാന്ത് ബോസ്, വിക്കി ബോസ്, സിദ്ധാർത്ഥ് സാറ്, ആദി സാറ്, പ്രീതു സാറ്, ഇവർക്ക് ആർക്കും തീരെ ഉത്തരവാദിത്വ ബോധമില്ല. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആരോടും പറയാതെ അങ്ങ് ഇരിക്കുക. ഇവിടെ ഇപ്പൊ ഇത്രയും ഡെക്കറേഷൻ ചെയ്തത് എന്തിനാണെന്നറിയോ? അത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? ആർക്ക് വേണ്ടിയാ? മേഡത്തിന് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? സംശയിക്കണ്ട. ഇവിടെ ഇത്രയും ഡെക്കറേഷൻ ചെയ്തതും ഇവിടെ ഇത്രയും ആഘോഷം നടക്കുന്നതും ഉത്സവം നടക്കുന്നത് പോലെ ഇത്രയും ഒരുക്കി എടുത്തതും എല്ലാം മേഡത്തിന് വേണ്ടി മാത്രമല്ലേ? അയ്യോ, ആണോ? ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി, പക്ഷെ കാരണം എന്താന്ന് അറിയില്ലല്ലോ. അയ്യോ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് കാരണം പറ സുമേഷേ. മേഡത്തിന് സർപ്രൈസ് തരാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഇതിനെ കുറിച്ച് ആരും മേഡത്തിനോട് പറയാതിരുന്നത്. അയ്യോ ഈശ്വര, ഇങ്ങനെ ബിൽഡപ്പ് തന്നാ എനിക്ക് സമാധാനം പോലും കിട്ടില്ല. എന്താ കാര്യം വേഗം പറയേ പ്ലീസ്. എന്നാ പിന്നെ പറഞ്ഞു കളയാം. ഇന്ന് നടക്കാൻ പോകുന്ന ഫംഗ്ഷൻ മേഡത്തിന് വേണ്ടി മാത്രം. ആദിത്യ സാറും വേദാന്ത് ബോസും കൂടി ജോയിന്റ് വെഞ്ചറിൽ ഒരു ജങ്ക് ഫുഡ് ഫാക്ടറി തുടങ്ങാൻ പോവല്ലേ. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഇന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് മേഡത്തെ ഓപ്പണായി അനൗൺസ് ചെയ്യാൻ പോവാ. സത്യമാണോ സുമേഷേ? അതെ, മേഡത്തിന്റെ ഫംഗ്ഷൻ TV ചാനലിലൊക്കെ വരാൻ പോകുമല്ലേ. രാവിലെ മുതൽ ജോലി ചെയ്ത് ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി. ഇനി ഡെക്കറേഷൻ ബാക്കിയുണ്ട്, കാർപ്പറ്റ് ബാക്കിയുണ്ട്, ചാനലുകാരെയൊക്കെ വിളിക്കാനുണ്ട്. എന്തൊക്കെ ജോലിയാ. അല്ല, ചാനലുകാരൊക്കെ മേഡത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ ഇവിടെ ഇങ്ങനെ മോശമായിട്ട് കിടന്നാ എന്ത് വൃത്തികേടായിരിക്കും. ആരോടെങ്കിലും പറയാന്ന് വിചാരിച്ച എല്ലാവരും ഓരോ ജോലിയിലല്ലേ, പിന്നെ എന്ത് ചെയ്യും? സുമേഷേ, കുറച്ച് ചവറല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാന്നേ. നീ പോയി ബാക്കിയുള്ള ജോലികളൊക്കെ നോക്ക്. പൊക്കോ. അയ്യോ, അതെങ്ങനെ ശരിയാകും? മേഡത്തിനെ പോലെ വലിയൊരു ബ്രാൻഡ് അംബാസിഡറിനെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിച്ചാൽ ശരിയാകുമോ? ആദ്യ സാർ അറിഞ്ഞ ഈ ചൂല് കൊണ്ട് എന്റെ തലയ്ക്ക് അടിക്കില്ലേ? അയ്യോ, നമ്മൾ എളിമയോടെ ജീവിച്ചാലേ രാജാവായി വാഴാൻ പറ്റൂ. ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്താലല്ലേ നമ്മളെ മറ്റുള്ളവർ നന്നായിട്ട് അംഗീകരിക്കൂ. നീ അധികം തന്നേ സുമേഷ്, ഇങ്ങ് തരാൻ. ഫ്രണ്ട്സ്, ഫംഗ്ഷൻ എന്റേതാണല്ലോ, അതുകൊണ്ട് വൃത്തിയാക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. പിന്നെ ഈവനിങ് ആവുമ്പോ എന്നെ സ്റ്റേജിൽ വിളിച്ച് കയറ്റും. ന്യൂസ് ചാനലുകാരൊക്കെ എന്റെ ഫോട്ടോസ് എടുക്കും. അങ്ങനെ ഞാൻ വലിയ ഫേമസ് ആകും. അപ്പൊ എന്റെ സൗന്ദര്യം എല്ലാരും കാണും. അത് നിങ്ങൾ എല്ലാവരും കണ്ടേ പറ്റൂ. എന്തായാലും നിങ്ങളല്ലേ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പ്ലീസ് ഫോളോ മൈ ഫ്രണ്ട്സ്. സുമേഷ് എവിടെ? ഞാൻ വിളിച്ചപ്പോ തന്നെ വേദാന്തിന്റെ ഗേൾഫ്രണ്ട് ആകാൻ സമ്മതിച്ചു വന്നതിന് താങ്ക് യു സോ മച്ച് അനന്യ. ഇറ്റ്സ് ഓക്കെ സർ.
സാർ ഒരു കാര്യം ആവശ്യപ്പെട്ട് എങ്ങനെ വേണ്ടെന്ന് പറയും. ബട്ട് സാറിന്റെയും പാർവതിയുടെയും പ്രണയത്തില് ആരുടെ ദൃഷ്ടിയും പതിയാൻ പാടില്ല. പക്ഷെ ഇനി ഇതുപോലെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് സർ. കാരണം പാർവതിയുടെ മനസ്സ് വളരെ ചെറുതാ, അത് പെട്ടെന്ന് വേദനിച്ചു പോവും. മാത്രല്ല പാർവതിക്ക് സാറെന്ന് പറഞ്ഞ ജീവനോ. അത് മനസ്സിലായ അനന്യ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പാർവതിയെ വേദനിപ്പിക്കില്ല. അവളോട് സോറി പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ തന്നെ എത്ര സമയം എടുത്തെന്നറിയോ? അത് സമ്മതിച്ചല്ലോ എന്ന് ഓർത്ത് സമാധാനമുണ്ട്. എനിവേസ്, നിങ്ങളുടെ പ്രണയത്തിന് ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു. ശരി സർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹേയ്, എന്താ ഇത്ര ധൃതി? ഇന്ന് വിക്കിയുടെയും പ്രീതുവിന്റെയും ബർത്ത്ഡേ ആണ്. സോ ഞങ്ങളെല്ലാരും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവണം. പാർട്ടി കഴിഞ്ഞിട്ട് പോകാം. ഓക്കെ? ഓക്കെ സർ. എന്നെ കൊണ്ട് പറ്റില്ല ബ്രോ, എനിക്കിനി ജോലി പറ്റില്ല. എന്റെ ജീവൻ പോവാറേ. എന്റെ മോസ്റ്റ് അത് തന്നെയാ. ഊതി ഊതി ജീവൻ പോയിന്നാ തോന്നേ. ബ്രോ, ഈ ബർത്ത്ഡേ ഞാൻ ജീവിതത്തിൽ മറക്കില്ല ബ്രോ. ഐ ഹാവ് നെവർ സീൻ ദിസ് ബിഫോർ. ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ സ്ഥലം ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ എവിടേക്കെങ്കിലും പോയനെ. ബട്ട് ബ്രോ, നമ്മളെപ്പോലെ ഇത്രയും ഭാഗ്യമുള്ളൊരു വേറെ ഉണ്ടാവില്ല. കണ്ടില്ലേ, നമ്മൾ ഒരേ സമയത്ത് ഒരേ ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. സ്കൂളും കോളേജും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യവും കിട്ടി. നമ്മള് രണ്ടുപേരും രക്തബന്ധത്തിൽ ചിലപ്പോ സഹോദരങ്ങളായിരിക്കില്ല, പക്ഷേ അതിനേക്കാൾ നല്ല ബന്ധം നമുക്ക്. Yes, yes, yes. Yes, 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 yes. Yes. നിന്റെ അമ്മ ഞങ്ങളെ എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കാണുന്നേ. നിങ്ങളുടെ മുത്തശ്ശി എന്റെ ബ്രോയെ കൊച്ചുമകനായിട്ടാ കാണുന്നത്. നമുക്കെന്തായാലും എന്റെ വീടുന്നോ നിന്റെ വീടുന്നോ ഒരു തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാവില്ല. ശരിയാ ബ്രോ, നമ്മുടെ പഴയ കാലൊന്നും തിരിച്ചു വരില്ല എന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട്. സെയിം പിച്ച്. സത്യം പറഞ്ഞ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ ഒരമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അത് എത്ര നന്നായനെ. എ ബ്രദർ ഫ്രം അനദർ മദർ. എന്തായി, അവര് നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവന്നോ? അയ്യോ, വഴിക്ക് കൊണ്ടുവന്നോ? ഇനി ഒരിക്കലും ആ വഴി അവര് മാറാനേ പോകുന്നില്ല. ആ കാര്യം എനിക്ക് ഷുവറാ. അങ്ങനെ എന്താ ചെയ്തത്? ഞങ്ങളെ അത്രയും വേദനിപ്പിച്ചവരെ അങ്ങനെ ഈസി ആയിട്ട് വെറുതെ വിടാൻ പറ്റുമോ? ഞങ്ങളെ പേടിപ്പിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാ ക്ഷമിച്ചേ. അവരിത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ഏട്ടത്തിയാ കാരണക്കാരി. ശരിയാ ഏടത്തി, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏടത്തിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴേ തോറ്റുപോകേണ്ടതാ. ആ 2 പെൺകുട്ടികളെയും കൊണ്ടുവന്ന് നമ്മുടെ രാജാക്കന്മാരെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയേനെ. അതിനൊക്കെ ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? രണ്ടുപേരെ മുട്ടു കുതിച്ച് നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കേണ്ട രീതിയിൽ എത്തിക്കുമല്ലോ ഞാൻ. ഏട്ടന്മാരാണോ ഏട്ടത്തിമാരാണെന്ന് ചോദിച്ചാ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഏട്ടത്തിമാരായിരിക്കും. അതായത് നിങ്ങൾക്ക്. താങ്ക്സ് ഏടത്തി. അല്ല ഏടത്തി, അവരെ ഞങ്ങളുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് നടക്കൂന്ന് ഓർത്തില്ല. ഞങ്ങൾ കുറച്ചും കൂടി കഷ്ടപ്പെടുത്തണമെന്നാ വിചാരിച്ചിരുന്നത്. പാറു, ഈ മാല എന്താ മാറ്റി വെച്ചിരിക്കുന്നത്?